നമസ്കാരം. സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തി ശിക്ഷിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയോളം പ്രായമുള്ള ഒരു പെൺകുട്ടി ആലപ്പുഴ സമ്മേളനത്തിൽ പറഞ്ഞു അത്രേ. ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത്, അതേ പാർട്ടിയിലെ MP ആയിരുന്ന സുരേഷ് കുറുപ്പാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു VSനെ ഓർത്തെടുക്കുന്ന ഒരു ലേഖനമുണ്ട്. കൗതുകത്തോടെ നമ്മൾ വായിച്ചു. ഈ ഒരു ഭാഗം മാത്രം കുറച്ച് വെണ്ടയ്ക്കാക്ഷരത്തിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ മാധ്യമലോകം തന്നെ ചർച്ച ചെയ്തു. അതിന് തെറ്റു പറയാൻ പറ്റില്ല. ഞെട്ടിപ്പോയില്ലേ എല്ലാവരും? VSനെ പോലെയുള്ള ഒരു നേതാവിനെ, ഒരു നൂറ്റാണ്ടോളം ജീവിച്ച മനുഷ്യനെ, അതിലെ 85 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ശിക്ഷിക്കണമെന്ന് ഒരു പാർട്ടി സമ്മേളനത്തിൽ ഒരു പെൺകുട്ടി, ഒരു വനിതാ നേതാവ്, ചെറിയ പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ട പ്രായം പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നേതാവ് പറഞ്ഞാൽ അത് കേട്ട് സഹിക്കവയ്യാതെ ആ പാർട്ടി വേദി വളരെ ദുഃഖിതനായി ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് സത്യമായിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയില്ല. സുരേഷ് കുറുപ്പിനെ പോലെ ബഹുമാന്യനായ ഒരു നേതാവ് നുണ പറയുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വളരെ സത്യസന്ധത പുലർത്തിയിരുന്ന മാന്യനായ, കാരണം ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ സകലരും തോറ്റപ്പോൾ കേരളത്തിൽ നിന്ന് CPMൻ്റെ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഏക വ്യക്തിയായിരുന്നു. അതും കോട്ടയത്ത് നിന്ന്. അതാണ് അതിലെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും നുണ പറയുമെന്നും നമുക്ക് കരുതാൻ വയ്യ. അതുകൊണ്ട് എന്തായിരിക്കണം ഇതിൻ്റെ അവസ്ഥ എന്നാലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സത്യത്തിൽ നമ്മൾ കിട്ടാവുന്ന ഡിക്ഷണറി എടുത്ത് നോക്കി, കേട്ട അർത്ഥം വെച്ചിട്ട് അത് വധശിക്ഷ എന്നാണ് പറയുന്നത്. ഒരു പാർട്ടി സമ്മേളനത്തിൽ ഒരു നേതാവിനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നൊക്കെ ഏതെങ്കിലും പാർട്ടി അംഗത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിനിധിക്ക് പറയാൻ പറ്റും? അങ്ങനെ ഉണ്ടാവില്ല. ഇതേ ആക്ഷേപം തന്നെ സ്വരാജിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മറ്റൊരു സമ്മേളനത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ കുറേ സമ്മേളനങ്ങൾ ഈ VSനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധിക്കണമെന്നൊക്കെ പറഞ്ഞു നടക്കാൻ എന്താണിത്? അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി ആ പാർട്ടി വേദി വിട്ടു എന്നാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ സാധാരണയായി നേതാക്കളെ ഇരുത്തിപ്പൊരിക്കും. അതിൻ്റെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലെയുള്ളൊരു പാർട്ടിയിൽ അത്തരം സംവാദങ്ങൾ നടക്കാറുണ്ട്, ചർച്ചകൾ നടക്കാറുണ്ട്, നേതാക്കളെ വിമർശിക്കാറുണ്ട്. അത് വ്യക്തിപരമായി തന്നെ വിമർശിക്കും. കാരണം ആ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിമർശിക്കാനുള്ള അവസരമാണ് പാർട്ടി സമ്മേളനങ്ങൾ. അത് ചെയ്യണം. അതില്ലാത്ത പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം. ഒന്നുമില്ല, വെറുതെ അങ്ങ് ചെല്ലും, കൂടും, ഒരു സമ്മേളനം അങ്ങനെ ഇരിക്കും, കുറേ ആയിരങ്ങൾ ഇരിക്കും, കൈയടിക്കും, നേതാക്കൾ സ്തുതി പാടും. അടുത്തൊരു പാർട്ടി കമ്മിറ്റിയെ അവരങ്ങ് നേതാക്കൾ തന്നെ പറയും, അതങ്ങ് കൈയടിച്ച് പോരും, നോമിനേറ്റ് ചെയ്യും, പോരും. അത്തരം ഒരു സംവിധാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് എന്നാണ് നമ്മൾ പുറത്ത് കേട്ടിട്ടുള്ളത്. അതിനകത്ത് എന്ത് നടക്കുന്നു എന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ല ഒരു കാലഘട്ടം വരെ. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. ഇന്നിപ്പോൾ അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ ചോർന്ന് കിട്ടും മാധ്യമങ്ങൾക്ക്. അതുകൊണ്ട് പാട്ടാണ്, അങ്ങാടിപ്പാട്ടാണ് പല കാര്യങ്ങളും. ഇത് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോന്നു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ പുന്നപ്പറയിലുള്ള വീട്ടിൽ വന്ന് വിശ്രമിക്കുകയും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. പാർട്ടി സമ്മേളനം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയി. സ്വാഭാവികമായും അന്ന് എന്തോ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്നറിയാം. പക്ഷേ എന്നാലും VS ആ പാർട്ടിയെ ഒറ്റപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ട് വേറൊരു പാർട്ടി രൂപീകരിക്കാനൊന്നും സാധ്യതയും അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നില്ല. കാരണം പ്രായം ഒരു വലിയ ഫാക്ടറായിരുന്നു. MV രാഘവനെ പോലെയോ അല്ലെങ്കിൽ KR ഗൗരിയമ്മയെ പോലെയുള്ള നേതാക്കൾ ചെയ്ത പോലെ ആ പാർട്ടി വിട്ടുപോവുകയും മറ്റൊരു സംഘടന രൂപീകരിക്കുകയും വെല്ലുവിളിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ അതൊക്കെ വെല്ലുവിളിച്ചെങ്കിലും ആ രണ്ട് നേതാക്കളുടെ പാർട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്നും നമുക്കറിയാം. കാരണം അത് വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ആശയങ്ങളുടെ പേരിലാണ് ആ പാർട്ടിയായിട്ട് CPM-ആയിട്ട് ഒട്ടക്കിയെങ്കിലും അവസാനം ചെന്നെത്തി നിന്നത് തികച്ചും ചില വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ഒരു സംഘടനാ വൈഭവത്തിലൊന്നും അത് മുന്നോട്ട് പോകാൻ കുറേ കാലത്തിന് സാധിച്ചില്ല. MV രാഘവനും KR ഗൗരിയമ്മയൊക്കെ കുറച്ചു കാലം കൊണ്ടു നടന്നു എന്നല്ലാതെ ഇന്നതൊക്കെ അപ്രസക്തമായി. എന്നാലും VSനെ പോലെയുള്ളൊരു നേതാവിന് ഇപ്പോൾ ഇങ്ങനെ വന്നത് ഏതെങ്കിലും ആ പാർട്ടിയോട് എതിർക്കുന്ന കക്ഷികൾ ആരോപണം ഉന്നയിച്ചല്ല. ഇപ്പം നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം
ലക്ഷങ്ങൾ അല്ലെങ്കിൽ പതിനായിരങ്ങൾ പിന്നെ പെരുമഴയത്തും റൂട്ടിലിറങ്ങി അല്ലെങ്കിൽ കാത്തുനിന്ന് അദ്ദേഹത്തിന് ഒരു വിലാപയാത്രയിൽ പങ്കെടുത്ത് അത് കോരിത്തിരിച്ച് നിൽക്കുകയാണ്. എന്നെ കാരണം കേരളം കണ്ടതിൽ ഏറ്റവും വലുത് തന്നെ ആയിരിക്കണം, അതിലെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഉമ്മൻചാണ്ടിക്കാണ് അവസാനമായി നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടത്. അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളേറെയോ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ ഒരു വിലാപയാത്രയായിരുന്നു, സ്നേഹം പ്രകടിപ്പിച്ചൊരു ആയിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, കേരള ജനതയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കേരളത്തെ മാറ്റിമറിക്കുന്നതിൽ VSൻ്റെ ഒരു പങ്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. ജന്മിമാരോട് ഏറ്റുമുട്ടി, അയിത്തം തുടങ്ങിയ ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ ക്ഷേത്രപ്രവേശനമില്ലാത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഏറ്റുമുട്ടി പടപൊരുതി മുന്നോട്ട് വന്നൊരു നേതാവാണ്. അത് കമ്മ്യൂണിസം എന്നുള്ളതിനേക്കാളേറെ സാമൂഹ്യ പ്രതിബദ്ധതയായിരുന്നു. അത് അവസാനം വന്ന് ഈ അടുത്ത കാലത്തൊക്കെ ഈ തലമുറയ്ക്ക് ഓർക്കാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. മൂന്നാറിലേതായാലും അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി നടന്ന നിരവധി പോരാട്ടങ്ങൾ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അതിൻ്റെയൊക്കെ സ്നേഹപ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അത് പാർട്ടി എന്നൊരു സംഘടനയുടെ ഒരു ബലത്തിൽ തന്നെയാണ് ആ ഒരു ഇത് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഈ വലിയൊരു വിലാപയാത്ര കണ്ട് ജനം മുഴുവൻ, ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിലൊക്കെ VSന് ഒരു വോട്ട് പോലും അതിൻ്റെ പേരിൽ കിട്ടിക്കൂടായില്ല എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ഒരു മൂന്നാം ഊഴം കിട്ടിക്കൂടാൻ ഇല്ല ഇതിൻ്റെ ഒരു ആവേശത്തിൽ. കാരണം ജനം അത്രമാത്രം ആ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചില എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള ചില ശക്തികൾ എന്ന് പറഞ്ഞാൽ VSനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുകയും ഇപ്പോൾ സജീവമല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ തീർച്ചയായും ഇത് കണ്ട് വിരളി പൂണ്ട് കാണണം. അവർക്ക് കിട്ടിയ ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം ഇപ്പോഴേ ഇത് പറയാൻ പറ്റുള്ളൂ, അതങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം. പക്ഷെ എന്താണ് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു യുവജന നേതാവൊക്കെ ആണെന്ന് തോന്നുന്നു. അവർ വന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നുള്ള ഉദ്ദേശിച്ചത് ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നു, അങ്ങനെ പറയാനുള്ളൊരു സാധ്യത തോന്നുന്നുണ്ട്? ഒരു പാർട്ടിയിൽ ഓപ്പണായി ഞാൻ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നുള്ള എൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ആ വാക്കിൻ്റെ അർത്ഥം വരുന്ന വധശിക്ഷ എന്നൊക്കെയാണ്. അത് കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. അത് ശരിയാകരുത് എന്നാണ് കേരള ജനത മൊത്തം ആഗ്രഹിക്കുന്നത്, ഞാനും ആഗ്രഹിക്കുന്നത്, നിങ്ങളും എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതൊരു സംഘടനാ ശക്തിയായി VSൻ്റെ ആഗ്രഹങ്ങളും ആശയങ്ങളും വരും കാലങ്ങളിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ അത്തരം ഒരു പാർട്ടി ഇവിടെ നിലനിൽക്കണം. അത് ഈ ചില വിവാദങ്ങളെ കൊണ്ട് കെട്ടടം കണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം നല്ല വിഷയങ്ങളുമായി, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അപ്പോൾ കിട്ടാനായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വൺസ് അഗെയിൻ.